സുവർണകഥകളിലേക്ക് സ്വാഗതം. ദേവനന്ദയുടെ 20 ദിവസങ്ങളെക്കുറിച്ച് വായിക്കുകയായിരുന്നു. അവളുടെ ലക്ഷ്യബോധം, നിശ്ചയദാർഢ്യം, പരിശ്രമം, സഹനം, എല്ലാറ്റിനുമുപരി കരുത്തുറ്റ ഒരു മനസ്സ്. ഓട്ടത്തിനു പോകണോ അതോ വേദന മാറണോ? ഡോക്ടറുടെ ചോദ്യത്തിന് അവളുടെ മറുപടി ഓടണം എന്നായിരുന്നു. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ 200 മീറ്റർ ഓട്ടത്തിൽ 24.96 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് റെക്കോർഡോടെ സ്വർണം നേടിയ ദേവനന്ദയുടെ കുഞ്ഞു ജീവിതം കുട്ടികൾക്കെത്ര പ്രചോദനമാണ്. 100 മീറ്ററിലും സ്വർണം നേടിയിരുന്നെങ്കിലും പ്രതീക്ഷിച്ച് റെക്കോർഡ് പിറന്നില്ല. പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ് HS പെൺകുട്ടി കഴിഞ്ഞ വട്ടം മത്സരിച്ചപ്പോൾ 4ാം സ്ഥാനത്തായിരുന്നു. ഈ വട്ടം 1ാം മെഡൽ നേടുമെന്ന സ്വപ്നം കാണുക മാത്രമല്ല, നന്നായി ഓടിക്കിതച്ചവൾ. ചിട്ടയോടെ വിട്ടുവീഴ്ചകളില്ലാതെ പ്രാക്ടീസ് ചെയ്തു. വെയിലും മഴയും വകവയ്ക്കാതെ നടത്തിയ അസാധാരണമായ പരിശീലനത്തെ കോച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തി. എത്ര പ്രതിബന്ധത്തിലും രാവിലെയും വൈകിട്ടും ഓട്ടം മുടക്കിയില്ല. എന്നാൽ മത്സരമടുത്തപ്പോൾ കടുത്ത വയറുവേദനയായി. ഡോക്ടർമാരെ മാറി മാറി കണ്ടു. 4 ആഴ്ചയായുള്ള വേദന അപ്പൻഡിസൈറ്റിസ് ആണെന്ന് സ്ഥിരീകരിച്ചപ്പോഴും തളർന്നില്ല. ആശുപത്രിയിൽ നിന്ന് ജില്ലയിലേക്ക് മത്സരത്തിനെത്തി. സംസ്ഥാന തലത്തിൽ പോകാൻ കടുത്ത വേദനയെ മരുന്നുകളാൽ കടിച്ചമർത്തി. ഒടുക്കം ശസ്ത്രക്രിയ വേണമെന്നുറപ്പായപ്പോഴും മത്സരം കഴിഞ്ഞാകട്ടെ എന്ന് തീരുമാനിച്ചത് അവളാണ്. അമ്മയും അച്ഛനും മകളോട് എതിരു പറഞ്ഞില്ല. വേദന കൊണ്ട് ഫിനിഷ് ചെയ്യാമോ എന്ന് പോലും ഉറപ്പില്ലായിരുന്നു എന്ന് ആകുലപ്പെട്ട കോച്ചിനു മുന്നിലൂടെ 1ാമതായി ഓടിയെത്തി. ട്രാക്കിൽ വീണ് ഷൂസ് വലിച്ചൂരി വയറ് പൊത്തിപ്പിടിക്കുകയായിരുന്നു ആ പെൺകുട്ടി. ആ ദൃഢനിശ്ചയത്തിന് ഈ പൊന്ന് ദേവനന്ദ വേഗനന്ദയായി തീർന്നില്ല. ബാർബറായ അച്ഛൻ ബിജുവും തൊഴിലുറപ്പ് തൊഴിലാളിയായ അമ്മ വിജിതയ്ക്കുമൊപ്പം താമസിക്കുന്ന ദേവനന്ദയ്ക്ക് മെഡൽ സൂക്ഷിക്കാൻ സുരക്ഷിതമായ വീടില്ല. ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ അനുവദിച്ച് കിട്ടിയിരുന്നുമില്ല. ഒരു സ്വപ്നം പോലെ മന്ത്രി തന്നെ നേരിട്ട് വന്ന് വീട് വാഗ്ദാനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വീട് നിർമ്മിക്കുമെന്ന സ്നേഹസമ്മാനമാണ് മന്ത്രി ശിവൻകുട്ടി വേഗറാണിക്ക് നൽകിയത്. കേരള സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് വീട് നിർമ്മിക്കുന്നതിനായി മേൽനോട്ടം ഏൽപ്പിക്കുകയും ചെയ്തു. മെസ്സി വരുന്നതിനേക്കാൾ സന്തോഷമുണ്ട് പെൺകുട്ടികളുടെ ഈ അതിജീവന പോരാട്ട വിജയങ്ങൾക്കും അവരുടെ ദാർഢ്യമുള്ള പുഞ്ചിരിക്കും.